മാർ പാംപ്ലാനിക്കെതിരെ ആഞ്ഞടിച്ച് എറണാകുളത്തെ കത്തോലിക്ക സഭാ വിശ്വാസികൾ. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പാംപ്ലാനി സ്പെഷ്യലിലേക്ക് സ്വാഗതം. മാർ പാംപ്ലാനിയെ അറഞ്ചം പുറഞ്ചം പള്ളു പറഞ്ഞുകൊണ്ട്, മാർ പാംപ്ലാനിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട്, മാർ പാംപ്ലാനിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി എറണാകുളം രൂപതയിലെ സഭാ വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്ന വളരെ വിചിത്രമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നത്. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മെത്രാപ്പോലീത്തയ്ക്കോ ഒരു മെത്രാനോ നേരിടേണ്ടി വരാത്ത വളരെ വിചിത്രമായ ഹാസ്യാസ്പദമായ കാര്യങ്ങളാണ് എറണാകുളത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ ഒരു മെത്രാനും ഇതുപോലെ ഇത്തരത്തിൽ സഭാവിശ്വാസികളുടെ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ ഇതുവരെയും ഒരു മെത്രാനോ ഒരു മെത്രാപ്പോലിത്തയ്ക്കോ വിശ്വാസികളുടെ ഇത്രയും പ്രതിഷേധം അല്ലെങ്കിൽ വിശ്വാസികളുടെ എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു മെത്രാനും സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ഇതിനു മുമ്പിരുന്ന പാറേക്കാട്ടിലിനോ അല്ലെങ്കിൽ എറണാകുളത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സഭാവിരുദ്ധതയ്ക്ക് കൂട്ടുപിടിച്ച ചില മെത്രാന്മാരുണ്ട്. അവർക്ക് പോലും ഇത്രയും വലിയ എതിർപ്പുകളെ നേരിടേണ്ടി വന്നിട്ടില്ല. അതും വിശ്വാസികളുടെ എതിർപ്പുകളെ, സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ, സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനും സഭയ്ക്ക് വേണ്ടി മരിക്കുവാനും തയ്യാറായിട്ടുള്ള വിശ്വാസികളുടെ, സഭാ വിശ്വാസങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിശ്വാസികളുടെ എതിർപ്പിന് പാത്രമായത് ഒരു കത്തോലിക്ക മെത്രാനാണ്, സീറോ മലബാർ സഭയുടെ മെത്രാനാണ് എന്നറിയുമ്പോഴാണ് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് സീറോ മലബാർ സഭ കടന്നു പോകുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണും പൂട്ടിയിരിക്കുന്ന മെത്രാൻ സിനഡ് എവിടെ പോയി? മാർപ്പാപ്പ കാലം ചെയ്തതിനു ശേഷം ഇപ്പോൾ മാർപ്പാപ്പയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സിംഹാസനത്തിനെതിരെ പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് സഭാ ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്ന പാംപ്ലാനിക്ക് മുഖമടിച്ച് കിട്ടിയ അടിയായിട്ട് വേണം എറണാകുളത്തെ വിശ്വാസികളുടെ ഈ എതിർപ്പിനെ കാണേണ്ടത്. നമുക്ക് കാണാം, എറണാകുളത്തെ വിശ്വാസികൾ ഒന്നടങ്കം മാർ പാംപ്ലാനിയെ തള്ളിപ്പറിച്ചുകൊണ്ട് മാർ പാംപ്ലാനി രാജിവെക്കണമെന്ന് ഉറക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ നടത്തിയ ആക്രോശങ്ങൾ നമുക്ക് കേൾക്കാം. ഇതുവരെയും ഇതുപോലൊരു അവസ്ഥ സീറോ മലബാർ സഭയിലെ ഒരു മെത്രാനും നേരിടേണ്ടി വന്നിട്ടില്ല. ഇത്രയൊക്കെ കണ്ടിട്ടും നാണവും ഉളിപ്പും ലജ്ജയും ഇല്ലാതെ ഒരു വ്യക്തി താൻ മെത്രാനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ സീറോ മലബാർ സഭയ്ക്ക് തന്നെ ഇത് അപമാനത്തിന് കാരണമായിരിക്കുന്നു. ഇദ്ദേഹത്തെ മെത്രാനാക്കിയ സിനഡിനും ഇദ്ദേഹത്തെ മെത്രാനാക്കി ശുപാർശ ചെയ്ത മറ്റുള്ള മെത്രാന്മാരും പോയി കർത്താവ് പറഞ്ഞതുപോലെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ നിപതിക്കൂ എന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾക്ക് ഏതായാലും വിശ്വാസികളുടെ പ്രതിഷേധം കേൾക്കാം, കാണാം. നന്ദി, നമസ്കാരം. അങ്ങനത്തെ ഭാഷ അവന് ഈ പണി മാത്രമേ ഞങ്ങൾക്ക് ഒരുപാട് പണികളുള്ളതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ അല്ല ഇറങ്ങണമെങ്കിൽ ഇറങ്ങും ഇറങ്ങി വരാൻ പറ ആ സാഹിബിനോട്. കാര്യങ്ങൾ നടപ്പിലാക്കാം. അത് എഴുതണം. അത് പ്രകാരമുള്ള കാര്യങ്ങൾ
കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ യഥാർത്ഥ സത്യവിശ്വാസികൾ അവർക്ക് സ്വന്തം ഇടവകയിൽ ബലിയർപ്പിക്കാനോ അവരുടെ ആത്മീയ കാര്യങ്ങൾ സഭാ നിർദ്ദേശപ്രകാരം നിർവഹിക്കപ്പെടാനോ നിർവാഹമില്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ്. അധികാരികളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി വന്നിരിക്കുന്ന പാമ്പ്ളാനി എന്നയാൾ ഇവിടെ നിന്ന് തരികിട കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സമവായം എന്ന പേരിൽ ബ്രഹ്മചര്യവും വ്യഭിചാരവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന പുതിയ ദൈവശാസ്ത്ര വീക്ഷണത്തിന്റെ പ്രചാരം അയാൾ മാറിയിരിക്കുകയാണ്. എവിടെ നിന്നോ ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഒന്നുകിൽ അയാൾ ഇവിടുന്ന് രാജിവെച്ച് പോകണം. ഇവിടെ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി ഉണ്ടായിരുന്ന ക്യൂരിയകളൊന്നും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി തരാതെ, ഒരു അപേക്ഷ കൊടുത്താൽ മറുപടിയില്ലാതെ ഞങ്ങളെ ഒരു നിസ്സംഗതാവസ്ഥയിൽ കൊണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ക്യൂരിയ ഉണ്ട്. അവർ നല്ലത് ചെയ്യുന്നോ ചീത്ത ചെയ്യുന്നോ എന്നതിനേക്കാൾ ഉപരി മിനിമം ഞങ്ങൾക്ക് കയറി വരാനുള്ള സൗകര്യമുണ്ട്. ഒരു അപേക്ഷ കൊടുത്താലും മറുപടി കിട്ടും. ഇനി ഈ ക്യൂരിയായി മാറ്റണമെന്നാണ് ഇവിടുത്തെ വിമതന്മാരുടെ ആവശ്യം. എന്തിനാ? അവരുടെ തോന്നിവാസങ്ങൾ നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിമതന്മാർ ഇവിടെ വന്നാൽ ഇതിനകത്ത് ഭക്ഷണമടക്കം ഉണ്ടാക്കി കൊടുക്കുക. പള്ളിയുടെ ചെലവിൽ വരുന്നു. ഞങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ച കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ ചില്ലിക്കാശുകൾ മുടക്കി ഇവിടെ വരുന്നത് ഈ സഭയോട് കൂറുള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ബലിയർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ പാമ്പ്ളാനി രാജിവെച്ച് പോകണം. അയാൾ കണ്ണൂക്കാരനല്ല, ഏത് കോത്താഴ്ത്തുകാരനായാലും ഇവിടെ വന്ന് വിശ്വാസികളെ വരട്ടാം എന്നയാൾ ചിന്തിക്കേണ്ട. ഇതൊരു സമരമൊന്നുമല്ല, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. മെത്രാപ്പോലിത്തൻ വികാരി അന്തർധാരം നടത്തിയാണ് വിമതന്മാരുമായിട്ട്. ഇവിടെ പലയിടം മര്യാദയ്ക്ക് ഉദയംപേരൂർ കുർബാന ചൊല്ലിയാണ് അച്ഛൻ. അവിടെ വിശ്വാസികൾക്ക് അത് മതി. പക്ഷേ ഇയാൾ ഇവിടെ നിന്ന് വിട്ടേക്കുന്ന ഒരു കുർബാന ജനങ്ങളെ നോക്കി, എന്താ ജനങ്ങളെ നോക്കി ഞങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാനാണ് കുർബാന എല്ലാം വരുന്നത്? ഇതാണ് നാടകീയ ആവിഷ്കരണമോ കഥകളി കാണാനാണ് ഞങ്ങൾ വരുന്നത്? പരിശുദ്ധ സിംഹാസനം എന്ത് കൽപ്പിച്ചോ അത് നടപ്പിലാക്കണം. അതാണ് സഭ. അത് പറ്റുമെങ്കിൽ സഭ രാജിവെച്ച് പോകണം. ഇവരൊക്കെ എന്തിനീ പഠിക്കിരിക്കണം? ഞങ്ങൾ പിതാവെ വിളി നിർത്തുകയാണ്, ഈ മോതിരം മുത്തും നിർത്തുകയാണ്. ആ പരിപാടി ഞങ്ങൾക്കില്ല. ഇവർ ഞങ്ങൾ ശമ്പളം കൊടുത്തിട്ട് പണിയെടുക്കാൻ വന്നവരാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന കൂലിക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്യണം. 4-5 ഗുണ്ടകളെ കിടന്ന് ബഹളമുണ്ടാക്കും. കത്തനാർമാർ മുഴുവൻ എതിരാണല്ലോ. അവന്മാർക്ക് ഈ സ്ത്രീകളുടെ സ്ത്രൈണ സൗന്ദര്യം ആസ്വദിക്കാനാണല്ലോ കുർബാനയെല്ലാം വരുന്നത്. അതിനാണ് അവന്മാർ ഇടിയുണ്ടാക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ നേരമില്ല. അതിന് കാണിക്കാൻ ഞങ്ങളുടെ പിള്ളേരെ വിടാനും ഞങ്ങൾ തയ്യാറുമില്ല. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇതേ ഫോർമുലയാണ് പാമ്പ്ളാനി ഞങ്ങളോട് പറയുന്നത്. ഒരു ഏകീകൃത കുർബാന, 16 കുർബാനയുള്ള സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഒരു ഏകീകൃത കുർബാന നടപ്പാക്കാം. ബാക്കിയല്ല ഇല്ലിസിറ്റ് ആണെന്ന് സഭ പ്രഖ്യാപിച്ച കുർബാനകൾ നടപ്പാക്കാമെന്ന്. ഏറ്റവും ലേറ്റസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കൂതാശ വിലക്കുള്ള വർഗീസ് മണവാളൻ ഇന്നലെ മിനിങ്ങാന്ന് 10 വയസ്സുള്ള 30 പിള്ളേർക്ക് ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് കൊടുത്തു, സ്ഥൈര്യലേപനവും കൊടുത്തു. ഇയാൾ ചെയ്തത് തെറ്റാണ്. അതിനെ അപലപിക്കാവോ എന്ന് ഇന്ന് ചോദിച്ചപ്പം എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞ മെത്രാപ്പോലിത്ത വികാരിയാണ് ഇയാൾ മെത്രാപ്പോലിത്തയായിരിക്കുന്ന തലശ്ശേരിയിലാണ്. ഇവിടെ മെത്രാപ്പോലിത്തയുടെ യാതൊരു അധികാരങ്ങളുമില്ല. തട്ടിൽ മെത്രാപ്പോലിത്തയ്ക്കാണ് ഇവിടുത്തെ അധികാരം. അദ്ദേഹം വരട്ടെ, അദ്ദേഹം വന്ന് തീരുമാനം ഉണ്ടാക്കട്ടെ. ഒരു വേഴപ്പറമ്പന് വേണ്ടി അപലപിച്ച പാമ്പ്ളാനിക്ക് എന്തുകൊണ്ട് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലി 10 വയസ്സുള്ള പിള്ളേരെ സഭയ്ക്ക് വിരുദ്ധരാക്കിയ ഈ മറവോയ്സ് മണവാളനെതിരെ നടപടിയെടുത്തു? അതായത് ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് ഏകീകൃത കുർബാന നടക്കുന്ന 5 പള്ളികളുണ്ട്. തോപ്പിൽ പള്ളി, കാക്കനാട് പള്ളി, ഫോർട്ട് കൊച്ചി പള്ളി, ഇപ്പോൾ ഉദയംപേരൂർ പള്ളി. അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. അതായത് ആദ്യം ഇവർ ഇറക്കി വിട്ടിരുന്ന 4-5 ഗുണ്ടകൾ പോയിട്ട് ആൾക്കാരമ്മ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തു. അതിനുശേഷം ആ ഇടവക ജനങ്ങൾ അവരോടുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നു. അവിടെയെല്ലാം ഇന്ന് വരെ ഏകീകൃത കുർബാന വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ആ ഇടവകളിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം, ഇവിടെ ഏകീകൃത കുർബാനയ്ക്ക് വിശ്വാസികളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ വിമതര അച്ഛന്മാർ പടച്ചു കയറ്റി വിടുന്ന ഈ ഗുണ്ടകൾ വന്നിട്ട് ചെയ്യുമ്പോൾ മറ്റച്ഛന്മാർ വിചാരിക്കും എന്തിനാണ് പരിശുദ്ധ കുർബാന അവഹേളിക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ തൽക്കാലത്തേക്കൊന്ന് ഒതുങ്ങണമെന്നുള്ളൂ. അല്ലാണ്ട് മറ്റേ ആ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലുണ്ട്. ഏകീകൃത കുർബാന ഇവിടെ ജനങ്ങളാണ് തടയണമെന്നുള്ളത്. ഒരിക്കലും അല്ല. അവർക്ക് പരിശുദ്ധ പിതാവ് നമ്മളോട് പറഞ്ഞ ഈ ഇവിടുത്തെ വൈദികരെ പിന്തുടരരുതെന്നും അവർ ഭൗതികമായിട്ടാണ് നീങ്ങുന്നതെന്നും കൃത്യമായിട്ട് പറഞ്ഞ അവസാനത്തെ മാധ്യമത്തിൽ കൂടെ തന്ന ആ ഓഡിയോ മെസ്സേജ് നമ്മുടെ കയ്യിലുണ്ട്, വീഡിയോ മെസ്സേജ്. അപ്പോൾ അതുള്ളിടത്തോളം കാലം ഇവിടുത്തെ ഒരു സത്യവിശ്വാസിയും ഒരു കത്തോലിക്ക വിശ്വാസിയും അതിൽ നിന്നും മാറില്ല. മനസ്സിലായോ? ഇവിടുത്തെ ഉള്ള വൈദികരെക്കാളും വികാരിയേക്കാളും നമ്മൾ വിലമതിക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ അവസാനത്തെ വാക്കുകളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ മിക്കവാറും ഒരു അനിശ്ചിത സമരം ഇവിടെ ഞങ്ങൾ ഉണ്ടാവും.